സ്റ്റാർ സിംഗറിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ കല്യാൺജി ആൻഡ് മിസ്റ്റർ ആനന്ദ്ജി. ഹലോ. അപ്പോൾ സർ ലെറ്റ്സ് സ്റ്റാർട്ടിനെ സ്വാഗതം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫേവറേറ്റ് കണ്ടസ്റ്റന്റിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതായത് ഈ കണ്ടസ്റ്റന്റ് കഴിഞ്ഞ സ്റ്റേജസിലെല്ലാം തന്നെ നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇൻഫാക്ട് ഈ കണ്ടസ്റ്റന്റിന് ലഭിച്ച മാർക്ക് 99 ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം, സച്ചിദാനന്ദൻ. ഇത് നല്ല രസമുണ്ട്. ഞാനല്ല, കുട്ടിയെ ഇങ്ങോട്ട് പിടിച്ചത്. നല്ല രസമുണ്ട്. അല്ല, എനിക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് വരൂ. നല്ല രസമുണ്ടായിരുന്നു. ഫ്ലാറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വന്നാൽ നല്ല രസമുണ്ട്. ഇവൻ അടി കൊണ്ട് ഫ്ലാറ്റ് ആവുന്ന സച്ചി, ഇത്തരം ചിന്തകളൊന്നും കായികന്മാർക്ക് പാടില്ല കേട്ടോ. ആദ്യം പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ചൊക്കെ തുടങ്ങിക്കോളൂ. എനിക്ക് എന്നെ തരണം സാർ. ഫ്ലാറ്റ് നന്നായി വരും. താങ്ക് യു സാർ. ഞാനും എന്റെ കുടുംബവും. സച്ചി, ഷർട്ടൊക്കെ ഗംഭീരമായിരിക്കുന്നല്ലോ. ഇതാര് സെലക്ട് ചെയ്തത്? വൈഫാണോ? അതെ, എന്റെ വൈഫാ. വൈഫാണോ? വന്നിട്ടുണ്ടോ? ഇങ്ങനെ കിടന്ന് മരിക്കല്ലേ, അവിടെ ഇരി. എന്തോ നാക്രാന്ത, നാട്ടുകാരൊക്കെ കാണുന്ന പരിപാടിയാണിത്. വൈഫിനെ വിളി. വൈഫ് ഇവിടെ ഇല്ല, അവളെ അങ്ങ് ചൈനയിലാ. ചൈനയിലെപ്പോ വരും? ചൈനയിൽ വരില്ല. ചൈനക്കാരിയാണ് ഞാൻ കല്യാണം കഴിച്ചത്, എന്റെ വൈഫ്. അവളിനി വരില്ല. ഈ ചൈന സാധനങ്ങൾക്കെല്ലാം 2 വർഷമല്ലേ ഗ്യാരണ്ടി ഉള്ളൂ. ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞതും അവളെ പോയി. അതുകൊട്ടെ, കല്യാണത്തേക്ക് എങ്ങനെ മനസ്സിലായി വൈഫാണ് സെലക്ട് ചെയ്തത്? എനിക്ക് തോന്നി. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. ശരി സാർ. ഹരിഹരസൂദനാനന്ദ ചിത്രയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ. സച്ചി, മോനെ എന്തായി കാണിച്ചേ? ഞാൻ ശരണം വിളിച്ച് തേങ്ങ ഉടച്ചു. നല്ലൊരു പരിപാടിയല്ലേ മോനെ? സംഗീതമല്ലേ, തേങ്ങ ഉടയ്ക്കുമ്പോ 2 കഷ്ണമായിട്ടേ മുറിയാവും. ഒന്ന് സ, ഒന്ന് പ. ഇത് ചമ്മന്തി അരയ്ക്കാൻ പോലും പറ്റാത്തത് കറുപുറ അടിച്ചുടച്ചു കളഞ്ഞില്ലേ? ഇത് ഞാനിനി എങ്ങനെ കൊണ്ടുപോകും? അറിയില്ലായിരുന്നു, നമ്മള് തുടക്കക്കാരനല്ലേ. മോനെ സച്ചി, ആരാ ഗുരു? ശ്രീനാരായണ ഗുരു. സംഗീതത്തിലെ ഗുരു ആരാണെന്നാ ചോദിച്ചത്. എന്റെ അച്ഛനാ. പേരെന്താ? മഹാകവി തങ്കപ്പൻ. മഹാകവി തങ്കപ്പനും ഞങ്ങൾ കേട്ടിട്ടുകൂടിയില്ലല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. ഞാൻ ജനിക്കുന്നതിന് 1 വർഷം മുമ്പേ അച്ഛൻ മരിച്ചു. അത്രേ ഉള്ളൂ. പിന്നെ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഞം എല്ലാം തന്നതെല്ലാം എന്റെ ഇളയച്ചനാണ്. ഇളയച്ചനും മരിച്ചുപോയി. അയ്യോ, അതെങ്ങനെ മരിച്ചു? ഒരു കാര്യമില്ലായിരുന്നു. ലാലേട്ടന്റെ വളരെ ശ്രദ്ധേയമായ ഒരു ഫിലിമിൽ ഒരു പാട്ടില്ലേ, ഗംഗേ. ആ പാട്ട് ചുമ്മാ കയറി പാടിയതാ. ശ്വാസം വിട്ട് മരിച്ചത്. അപ്പോ കൊച്ചച്ഛന്റെ ഒരു ആത്മഹത്യായിരുന്നു അല്ലേ? ആത്മഹത്യ. അപ്പോ നമുക്ക് മണി ട്യൂൺ ചെയ്യാറുണ്ടോ? ട്യൂൺ ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അത്. മണി, കല്യാണിയാണോ കാദംബരിയാണോ ട്യൂൺ ചെയ്യാൻ കൂടുതൽ എളുപ്പം? അയ്യോ, ഇവര് രണ്ടുപേരുമല്ല, മടത്തറ ശാന്ത. നമ്മളെ ട്യൂൺ ചെയ്യണ്ട, നോക്കിയാൽ മതി, കൂടെ വരും. അവളിപ്പോ മടത്തറ തന്നെ ഉണ്ട്. നമ്പർ ഉണ്ട്, തരാം. അങ്ങനെയെങ്കിലും ഇതൊന്ന് വിജയിപ്പിച്ചു തരണം. എനിക്ക് സാറിന് ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് എനിക്കറിയാം. ഇത്തരം ഈ ഡിസ്കഷൻ വേണ്ട കേട്ടോ. മോനെ ഏത് പാട്ടാ പാടാൻ പോണേ? ഞാൻ മറ്റേ ഭക്തിഗാനം. ഭക്തിഗാനത്തിനൊക്കെ ഇംഗ്ലീഷ് വാക്കുണ്ട്, അത് ഉപയോഗിക്കണ്ടേ? ഡിവിഷണൽ സോങ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിവിഷണൽ ഡിവോഷണൽ. രണ്ടുപേർക്കും കൂതറാക്കൊന്നും അറിയില്ല. ഞാൻ മറ്റേ ഈ മാമല സബ്രീസ്. വെരി ഗുഡ്, വെരി ഗുഡ് മോനെ. ഇതുവരെ ഉള്ള മോർക്ക് വളരെ അങ്ങ് മുകളിൽ നിൽക്കുകയാണ് കേട്ടോ. താങ്ക് യു സാർ. മറ്റേതൊന്നും ഇല്ലേ? അല്ല, ഞാൻ വേറെ ഒന്നുമല്ല ഉദ്ദേശിച്ചത്. മറ്റേ കൂടെ ഓർക്കസ്ട്ര ഒന്നുമില്ല. റിയൽ
കഴിവ് അറിയാനുള്ള ഒരു ടെസ്റ്റ് ആണത് കേട്ടോ. ശരി സാർ. മാമലൈ സബരീസൻ മണികണ്ഠൻ സന്നിധാനം വാവരും ഭക്തர்களுം വണങ്ങിടും സന്നിധാനം സന്നിധാനം അയ്യപ്പ സന്നിധാനം സന്നിധാനം അയ്യപ്പ സംവിധാനം. ശശി ഓ ഒന്നും പറയാനില്ല. താങ്ക് യു സാർ. ഒന്നും പറയാനില്ല. താങ്ക് യു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോകും കേട്ടോ. അങ്ങനെയായിരുന്നു. മോനെ സച്ചി നന്നായി. താങ്ക് യു. നന്നായി. താങ്ക് യു സാർ. തുടക്കത്തിൽ ചില ചെറിയ തെറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് ആയപ്പോ കംപ്ലീറ്റ് തെറ്റി. മോനെ ടെമ്പോ എവിടെ? ടെമ്പോ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് വന്നത്. അതല്ല മോനെ, ശ്രുതി എവിടെ? ശ്രുതി അമ്മയാണ്, അവള് വരാന്ന് പറഞ്ഞാണ് വഴി ഇറങ്ങിപ്പോയി. ഓട്ടോയിലേക്ക് അവള് കയറൂല. ശ്രുതി ആര്? പാട്ടുകാരിയായിരിക്കും. ശ്രുതി നമ്പറുണ്ട് തരാം കേട്ടാ, ചാവണ്ട തരാം. അങ്ങനെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നിങ്ങൾ ശ്രുതിയുടെ അത് വേറെ സാറ് തരും, അവസാനം എനിക്ക് തരും. മോനെ അപ്പൊ പെർഫോമൻസ് അല്ല ഇതിനെ കുറിച്ച് വിശദീകരിക്കില്ലേ? ടോപ്പിനെ കുറിച്ചൊക്കെ വിശദീകരിക്കും. കല്യാണത്തിൽ പോയിന്റ് എഴുതിയിരിക്കും. ഒരു കാര്യം സച്ചി, ടോപ്പ് പാടുമ്പോൾ ശ്രദ്ധിക്കണം. ഒറ്റ കാര്യം ശ്രദ്ധിക്കണം. കണ്ടോ കണ്ടാ ടോപ്പാ കണ്ടാ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, വായിൽ നിന്നൊന്നും പോകുന്ന കണ്ടില്ല. ജഡ്ജസിന്റെ കയ്യിൽ നിന്നേ പോകത്തുള്ളൂ, വായിൽ നിന്ന് പോകാന്നെങ്കിൽ അവിടെ നിന്ന് പാടത്തില്ലേ? അതല്ല മോനെ, മോനെ മോനെ ഇങ്ങോട്ട് മോനെ 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 ഈ സ്വരസ്ഥാനം എന്ന് കേട്ടിട്ടുണ്ടോ? തലസ്ഥാനമൊക്കെ അറിയാം എനിക്ക്. അതല്ല മോനെ, ഞാൻ അതായത് മോനെ ഇപ്പൊ ടോപ്പ് പാടിയില്ലേ, ടോപ്പ് പാടിയില്ലേ, അതൊക്കെ വളരെ അത് താഴ്ത്തി പാടാനുണ്ട്. ഞാൻ റെഡിയാക്കി തരാം. നിങ്ങള് സംഗീതത്തിൽ എക്സ്പെർട്സ് അല്ലേ? ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഞങ്ങളിതൊന്ന് ടോപ്പായിട്ട് പാടും. ടോപ്പ് ഒന്ന് പാടിക്കോളൂ. അതെ മാമലൈ സബരി താഴത്തെ, കുറച്ച് താഴത്തെ, മാമലൈ കുറച്ചുകൂടെ താഴത്തെ, കുറച്ചുകൂടെ താഴത്തെ, മാമലൈ കുറച്ചുകൂടെ താഴത്തെ, മാമലൈ കുറച്ചുകൂടെ താഴത്തെ, മാമലൈ കുറച്ചുകൂടെ താഴത്തെ. ഇനി ഇതിൽ കൂടുതൽ താഴണമെങ്കിൽ തട്ട് പൊളിക്കണം. നിങ്ങൾ എവിടെ ഇരുന്ന് വിവരക്കേട് പറഞ്ഞ താഴത്തെ താഴത്തെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുത്തി തുറന്നു കഴിഞ്ഞാൽ താഴെ ഇറങ്ങി കിടക്കാനല്ല പറഞ്ഞത്. സ്വരസ്ഥാനം ടോപ്പ് പാടുമ്പോ സ്വരസ്ഥാനങ്ങൾ ഞാൻ കാണിച്ച ടോപ്പ് പാടുമ്പോ നോക്കിക്കോ, ഈ സ്വരസ്ഥാനങ്ങൾ കട്ടത്തിൽ നിന്ന് വരുന്നത് നോക്കിക്കോ. പാപ്പാനി പനി, പാപ്പാനി പനി ഉണ്ടായിരുന്നോ? പാപ്പന് പനിയില്ലായിരുന്നു, വയറിളക്കമായിരുന്നു. സത്യം, ഞാൻ വരുമ്പോ ഗുളിയൊക്കെ കൊടുത്ത് മറ്റേ ഡേഞ്ചർ കൊടുത്തിട്ടാണ് വന്നത്. ഇനി പെർഫോമൻസ് റൗണ്ടാണ്. ഈ പെർഫോമൻസ് റൗണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റേജ് മുഴുവൻ ഇളകി കളിച്ച് ബോഡിയൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് പാടണം. അതോടൊപ്പം ശബ്ദമൊന്നും പാടാൻ പാടില്ല, പോകാൻ പാടില്ല. ആരോഹണ അവരോഹണങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് സ്റ്റേജ് മുഴുവൻ ഇളകി കളിച്ചിതാ ഇതുവരെ ഫ്ലാറ്റ് കിട്ടാനുള്ള യോഗ്യത മോനെ. ആഞ്ഞു പിടിച്ചോണം, മോന് തന്നെ ഫ്ലാറ്റ്. ആഞ്ഞു പിടിക്കാൻ പറഞ്ഞ സംഗീതം ഏത് പാട്ടാ പാടാൻ പോണേ? ഞാൻ മറ്റേ ഓട്ടോക്കാരൻ തമിഴ് 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 രജനീകാന്തിന്റെ സ്റ്റേജ് ഇളകി കളിക്കാൻ പറ്റിയ പാട്ടാ. நான் ஆட்டோக்காரன் ஆட்டோக்காரன், நாலும் தெரிஞ்ச ரூட்டுக்காரன், நாயமுள்ள ரேட்டுக்காரன், நல்லா பாடும் பாட்டுக்காரன், காந்தி பிறந்த நாட்டுக்காரன், கம்பெடுத்த வேட்டக்காரன், பெரியவங்க உறவுக்காரன், இறக்கமுள்ள மனசுக்காரன், அம்மா எனக்கெல்லாம் சொந்தக்காரன். அட அதுக்கு என்ன அதுக்கு தான், குமுக்கு என்ன குமுக்கு தான், அதுக்கு குமுக்கு அதுக்கு குமுக்கு அதுக்கு குமுக்கு தான். ഗംഭീരമായിരുന്നു, ഗംഭീരമായിരുന്നു. പക്ഷെ ഒന്നും സത്യം പറഞ്ഞാൽ കുറച്ച് പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പറയാം. എന്ത് കണ്ടാലും തെറ്റ് പറയാൻ വേണ്ടി അല്ല എന്നല്ല, നമ്മൾ സംഗീതത്തിലെ മാസ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് കുറ്റം കണ്ടുപിടിച്ചേ പറ്റും. മോന് ഋഷഭത്തിൽ തുടങ്ങി, അതെ, അവസാനം ഷഡ്ജമിട്ടായിരുന്നോ? മോൻ ഋഷഭത്തിൽ തുടങ്ങി, ഷഡ്ജമിട്ടായിരുന്നോ? ആലോചിച്ച് പറഞ്ഞു, ആലോചിച്ച് ഇട്ടായിരുന്നു. മോനെ ധൃതി വെക്കരുത്, ആലോചിച്ച് പറ. മോൻ ഷഡ്ജമിട്ടായിരുന്നോ?
ഇട്ടായിരുന്നു സാർ. മോനെ ഋഷഭത്തിൽ തുടങ്ങി ഷഡ്ജമിട്ടായിരുന്നോ? ആലോചിച്ച് പറഞ്ഞാൽ മതി, സാവകാശം ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒരു നിമിഷം. രാവിലെ പല്ലേച്ച് കുളിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന മുമ്പ് ഷർട്ട് ഇട്ടിട്ടാണ് പാൻറ് ഇട്ടായിരുന്നു സാർ. അമ്മയാണ് ഇട്ടായിരുന്നു. മോനെ നല്ലൊരു ആലോചന. മോനെ സംഗീതത്തിൽ എക്സ്പേർട്സ് ആണ്. ഞങ്ങൾക്കറിയാം ഇട്ടോ ഇട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഉറപ്പായിട്ട് പറയണം. അതുകൊണ്ട് മോൻ തന്നെ പറയണം. മോൻ ഷഡ്ജം ഇട്ടായിരുന്നോ? കള്ളം പറയരുത്. മോനെ സമാധാനമായിട്ട് ആലോചിക്കും. അവന് വരട്ടാണ്. സമാധാനമായിട്ട് ആലോചിക്കും. ഇട്ടെന്നാണ് നോക്കട്ടെ. ഇല്ലെന്നാ പിന്നെ ഇട്ടായിരുന്നു. വൈറ്റ് ഇട്ടായിരുന്നു. സത്യം. വൈറ്റ് സംഗീതത്തിൽ എവിടെ വൈറ്റ്? വെള്ളി വെള്ളി. അയ്യോ, വെള്ളിയൊന്നും ഇടാനുള്ള ത്രാണിയൊന്നും നമ്മളായില്ല. പാവങ്ങളാ. ഇത് വൈറ്റേ ഉള്ളൂ. 10 രൂപയ്ക്ക് 4 എണ്ണം. അടുത്ത പോയിന്റ് പറഞ്ഞ കല്യാണം. മോനെ സച്ചി എല്ലാം നന്നായി. മോന്റെ പാട്ടും ഡാൻസ് എല്ലാം നല്ല യൂട്ടിലൈസ് വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇളകി കളിച്ചു. പക്ഷെ സംഗതി പോയി. ഇല്ല സാർ, പോയില്ല. പോയി മോനെ, സംഗതി പോയി. ഞങ്ങൾ ഇത് വെച്ചോണ്ടിരിക്കില്ല, ഞങ്ങൾക്ക് എല്ലാം അറിയാം. മോനെ സംഗീതത്തിന്റെ കാര്യമാണ്. മോനെ ആലോചിച്ച് പറയണം. മോനെ സംഗതി പോയി. ശരി, ഇനി മോൻ തന്നെ പറ, എവിടെ വെച്ചാ പോയത്? എവിടെയാ പോയത്? ഇടയ്ക്ക് എവിടെ മറ്റേ അത് പാടിക്കൊണ്ടിരുന്നപ്പം ഏത് പോയിന്റിന് പോയി? അജിക്ക് എന്ന അജിക്കെന്ന് പറഞ്ഞപ്പോ അത്രേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഒരു പോയിന്റിന് പോയി. ഒരു പ്രാവശ്യം കൂടെ പോയി. അയ്യോ ഇല്ല സാർ, എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം. മോനെ നല്ല കാര്യങ്ങൾ കണ്ടാൽ നല്ല കാര്യങ്ങൾ പറയും. മോൻ നല്ലതുപോലെ ഇളകി. പക്ഷെ അതിനിടയ്ക്ക് സംഗതി പോയി. മോനെ ആലോചിച്ച് പറ, എവിടെയാ പോയത്? ഇല്ല സാർ, ഒരു പ്രാവശ്യം പോയോ. മോനെ ഞങ്ങൾക്കറിയാം, തർക്കിക്കണ്ട. മോനെ ഇത് നോക്ക്, ഹെഡ്ഫോൺ കള്ളം പറയില്ല. ശബ്ദം കേട്ടാൽ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അത്ര വ്യക്തമായിട്ട് പറയാണ് സംഗതി പോയി. പോയായിരുന്നു. എവിടെ വെച്ചാ പോയത്? ഏത് പോയിന്റിൽ പോയി? അവസാനം ഈ അജിക്ക് ഇതാണ് പറയുന്നത്. ഞങ്ങൾക്കറിയാം, അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പറയുന്നത്. അവിടെ അത്ര എളുപ്പമല്ല, സംഗതി പോവും. രണ്ട് പോയിന്റ്. പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അല്ല, ഇത് കൺട്രോൾ വേണ്ടേ മോനെ? ഒന്നാമത് മോൻ ഷഡ്ജ് വിട്ടില്ല. അതിന്റെ അവിടെ സംഗതി കൂടെ പോകാന്ന് പറഞ്ഞാൽ കൺട്രോൾ വേണ്ടേ മോനെ? ഇതൊക്കെ കൺട്രോൾ ചെയ്യണം മോനെ. അജിക്കുമ്പോഴും കുജിക്കുമ്പോഴും ഒന്നും ശുദ്ധ സംഗീതം പോകാൻ പാടില്ല. സംഗതി പോകാൻ പാടില്ല കേട്ടോ. എന്നാലും മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവൻ സംഗതി പോയത് ഏറ്റൽ. സാധാരണ ആരും ഏക്കാം. അതെ. വേറെ കാര്യം അറിയോ? തുടക്കത്തിൽ കല്യാണിക്ക് സംഗതി പോയിട്ടുണ്ട്, പക്ഷെ ഏറ്റിട്ടില്ല. മോനെ അതുകൊണ്ട് ഫ്ലാറ്റ് മോന് തന്നെ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അയ്യോ, ഹായ് വിവേഴ്സ്, എന്തായാലും നിങ്ങൾ എന്നെ ഇത്രയും വോട്ട് ചെയ്ത് എന്നെ ഇതുവരെ ആക്കിയില്ലേ. ഇനിയും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി ഞാൻ നിങ്ങൾ ആരെയും മൈൻഡ് ചെയ്യില്ല, കാരണം എനിക്ക് വോട്ടെല്ലാം കിട്ടി. ഇനി എനിക്ക് വളരെ സന്തോഷമുണ്ട് സാർ. എനിക്ക് നാളെ തന്നെ ആ ഫ്ലാറ്റിലോട്ട് താമസം മാറാം. അതിനു മുമ്പ് ഈ ഫ്ലാറ്റ് എവിടെയാണ് സാർ? ഫ്ലാറ്റ് മൂന്നാറിലാണ് മോനെ. മൂന്നാറില്? നാളെ തന്നെ അങ്ങോട്ട് താമസം മാറ്റാലോ മോനെ? എല്ലാം റെഡി ആയിരുന്നതാ. അവൻ JCB കൊണ്ട് ഇന്നലെ കൊണ്ട് എല്ലാം ഇടിച്ചു നിരത്തി. സാറന്മാരുടെ സംഗതി പോകുന്നുണ്ട്.